ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വലിയായിട്ടൊന്നുമില്ല. നമ്മളും ഒരു കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരു വിൻറ്റേജ് കാറാണ്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നൈറ്റ് റൈഡ് പോകാനാണ് ഗൈസ്. അപ്പോൾ ക്രിസി ബ്രോയ്ക്കും ലൂഫി ബ്രോയ്ക്കും നമ്മളൊരു വീട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ചെല്ലണം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടോ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ അമ്മമാർക്ക് എടുത്തു കൊടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ക്രിസി ബ്രോ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഹലോ ഡേ, വീടൊക്കെ പൊളി കേട്ടോ. വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. സെറ്റ് ചെയ്യാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടാ? ആടെ വീടൊക്കെ സെറ്റാണ് കേട്ടോ, പൊളി. പിന്നെ നീ അങ്ങോട്ട് പോവാ? അതുകൊണ്ട് കൈസ് അവനെ ഓടുന്നേ. അത് പിന്നെ ഡേ, നീ അങ്ങോട്ട് വെക്കോ. എനിക്കൊരു അത്യാവശ്യമുണ്ട്. ഞാനൊന്ന് ബാത്റൂം വരെ പോയിട്ട് വരാവേ. ആ, വേഗം ഓടിക്കോ. എടാ, നമ്മളെ ലൂഫി അവിടെ നിൽപ്പുണ്ട്. നീ അകത്തോട്ട് കയറിക്കോ. ആ ഗേസ് ഉണ്ട്, അവനെ ഓടിയങ്ങ് പോയി ഗേസ്. ഇവിടെ ലൂഫി ബ്രോ ഇവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെന്തേ. ലൂഫി ബ്രോ എന്ത് ഗേസ്? ഗേസ് ദേഹണ്ട, ലൂഫി ബ്രോ ബാക്കി വന്നിരിക്കുന്നത്. ഓ, നീ അപ്പുറത്തെ വഴി കൂടെ വന്നല്ലേ. പിന്നെ ഞാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാലേ, ഞാനാണെങ്കിൽ ഇന്ന് നമുക്ക് രാത്രി നൈറ്റ് റൈഡ് പോകണം. അപ്പം നമുക്ക് 3 പേർ കൂടെ പോകാനാണ്. നമ്മൾ പുതിയൊരു കാറൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനകത്തേക്ക് പോവാം. ആടേ പോവാടേ. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ പോയിട്ട് ജില്ലാക്കും. ദേണ്ടേസ് നമ്മളെ ഇതാണ് കേട്ടോ ജിമ്മ് വീട്ടിൽ. നമ്മളെ കൃഷി ബ്രോയും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് എന്തായാലും റൈഡ് പോകാം കേട്ടോ. അങ്ങനെ ഇതാണ് നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെളിയിലൊക്കെ പോകണം, നല്ല ഇരുട്ടായി. ഇപ്പോൾ ഏകദേശം ഒരു 10-10:30 ആയി കാണും. അപ്പോൾ എല്ലാവരും കൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി വീടൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടങ്ങ് പോവാണ്. ലൂഫി ബ്രോ കൊണ്ട് അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങുന്നു. കൃഷി ബ്രോ എന്ത് കേസ്? കൃഷി ബ്രോ ഇതുകൊണ്ട് പോകുന്നു. അപ്പം അമ്മമാരുടെ ഒരേ ഉടുപ്പൊക്കെയാണ് ഇട്ടേക്കുന്നത്, സെയിം കോസ്റ്റ്യൂം. വേണ്ട കേസ്, നമ്മളെന്തായാലും കാറിലോട്ടങ്ങ് കയറി അങ്ങ് പോയേക്കാം. അപ്പോൾ ഇനി കുറേ ദൂരമുണ്ട് കേസ്, അതാണ് ഇച്ചിരി പ്രശ്നം. നമുക്ക് മൗണ്ടൈനിൽ പോകാനാണ് കേസ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഇച്ചിരി ദൂരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ നോക്കണം. അപ്പോൾ വേണ്ട, അവന്മാർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ദൂരം നമുക്കൊരു വിഷയമല്ല, നമ്മൾ എത്ര ദൂരം വേണേലും പോകും. അപ്പോൾ എന്നാലും വേണ്ട, നമ്മൾ വേണ്ട മൗണ്ടൈനിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുമ്മാ പാട്ടൊക്കെ പാടി അങ്ങ് പോകേണ്ടി വരും കേട്ടോ. കാരണമേ അല്ലെങ്കിൽ നല്ല വള്ളി കിട്ടും. ഇവിടൊക്കെ നല്ല പ്രേതത്തിൻ്റെയൊക്കെ ഏരിയ ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എടേ, ഇപ്പൊ എന്താണ് ഇങ്ങോട്ട് പോയത്? എടാ, എനിക്ക് നല്ല പേടിയാവുന്നു. എടാ, ഒരു കാര്യം ചെയ്യ്, നമുക്ക് തിരിച്ചു പോയാലോ? നമുക്ക് തിരിച്ചു പോകാം. അല്ല പിന്നെ വള്ളി ഇടന്ന് നിൽക്കുന്നത്. എടാ, അങ്ങനെ പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഇത്രയും നോക്കിയല്ലേ, എന്താ നമുക്കൊന്ന് അറിയണ്ടേ. നമുക്ക് എന്തായാലും വണ്ടി പാർക്കാത്ത, നീ നമുക്ക് നോക്കിയിട്ട് പോവാം. ആടെ എന്തായാലും നമ്മളോട്ട് വണ്ടി ഇവിടെ പാർക്കാക്കിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയത്? എടാ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടെങ്ങാണ്ടാണ് കേട്ടോ പോയത്. നല്ല പേടിയാവുന്നുണ്ട് എനിക്ക്. എന്താണ് കേസ് ഒരു ശബ്ദം കേൾക്കുന്നേ? ഡോണ്ടേസ് അവിടെ നിന്നാണ് കേട്ടോ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോയി നോക്കിയാലോ? ഡേയ്, വെറുതെ പോയി നോക്കണോ? അവിടെ നല്ല വള്ളിയുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ വെറുതെ വള്ളി പിടിക്കണോ? അന്ന് സീനില്ല, വാ പോയി നോക്കിയിട്ട് തന്നെ വരാം. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ, നമുക്ക് എന്തായാലും കയറും. ബാ, നീമാരോടെ വാ. പിന്നെ വേറൊരു കാര്യം, ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോഴൊക്കെ എല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടെ എന്തോ പ്രേത ശല്യമൊക്കെ ഉള്ളതും രാത്രി ആരാണ്ടൊക്കെ ഇതോട്ട് കണ്ടിട്ടുള്ളതൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതിന് എന്തോ എനിക്കറിയത്തില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. വാ. എടാ, അപ്പോൾ ഇവിടെ ഇത്രയും പ്രേതബാധയൊക്കെ ഉള്ളതാണോ? നീ എന്താ ഇതൊക്കെ പറയാൻ നേരത്തെ? എടാ, ഇതാണല്ലേ കൊട്ടാരം പൂഷത്ത ബംഗ്ലാവ്. എടാ, ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലോ. വാ, നമുക്ക് ഇറങ്ങും, ഒരുമിച്ച് ഇറങ്ങും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ കേട്ടോ. നീമാരൊക്കെ വാ. ഇവിടെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല പേടി വരുന്നുണ്ട് കേട്ടോ. ഇതെന്ത് വേണ്ടി ഇവിടെ കസേരയും ടേബിളൊക്കെ കിടക്കുന്നല്ലോ. അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ടിൽ കണ്ടോ നിങ്ങൾ? ഇതെന്തോ മാപ്പാ? ആ വീടിൻ്റെ ഫോട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോ ആണ് അവിടെ കണ്ടത്. ഇതെന്തോ ക്യാൻറ്റീനല്ലോ ആണ്, ഇനി റെസ്റ്റോറൻറ്റാ. എന്തോടാ ബാക്കിൽ കുളം ഉണ്ടല്ലോ, നമുക്ക് കുളത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കിയാലോ? എടാ, നിക്ക് ഇവിടെ എല്ലാം നല്ല സീൻ. എനിക്ക് കണ്ടിട്ടൊക്കെ പേടിയാവുന്ന കേട്ടോ. നീ ഇത്ര പെട്ടെന്ന് പോയല്ലേ, ഞങ്ങളും കൂടെ വരുന്നു. ആടെ വാ. എടാ, വണ്ടി ഇട്. ഇവിടെ എന്തോ നല്ല വള്ളിയുണ്ട് കേട്ടോ. പെട്ടെന്ന് എടുത്തു. നമുക്കിനി ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് സേഫ് അല്ല. പെട്ടെന്ന് പോകുന്നേ നല്ലത്. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ, ഇനി കുഴപ്പമില്ലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എടാ, ഇപ്പം ഇനി നമ്മൾ വീട്ടിൽ വരെ പോകുന്നത് നടക്കുന്ന കാര്യമല്ല. ഇപ്പം തന്നെ ഇത്രയും വള്ളിയൊക്കെ ആയിട്ടിരിക്കുക. നമുക്കിനിയിപ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും വേറെ എങ്ങോട്ടേലും പോകേണ്ടി തന്നെ വരും കേട്ടോ. അല്ല വേറെ എന്ത് ചെയ്യാനാ? നമുക്കിപ്പോൾ ഇനി വീട്ടിൽ പോകുന്നത് നല്ല ടാസ്ക്കാണ്. കുറേ ദൂരം പിടിക്കണം. എല്ലാം കഴിയുമ്പോൾ തന്നെ നല്ല സമയം പിടിക്കും.
അതും ഇപ്പം തന്നെ നല്ല വള്ളിയുമാണ്. എന്തായാലും നടക്കത്തില്ലടാ. ഇപ്പൊ കുറെ സമയം പിടിച്ചിട്ടുണ്ട്. നമ്മളിനി എപ്പോൾ വീട്ടിൽ ചെല്ലാനും സ്റ്റേ